വിതച്ചതേ കൊയ്യാൻ കഴിയൂ എന്ന് പിണറായി വിജയൻ സഖാവ് ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് എന്താ പറയുക പാർട്ടി സെക്രട്ടറി സ്ഥാനം വല്ല സ്വരാജിനോ വല്ലതും കൊടുത്ത് ആ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ നോക്കണം, കടൽ കിഴവന്മാരായവരൊക്കെ മാറി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഡ്വൈസ് ചെയ്തൊക്കെ അങ്ങ് ഇരുന്നാൽ മതിയെന്നേ. ഇവിടെ ആരെയെല്ലാം എന്തെല്ലാം ചെയ്തു. VS അച്യുതാനന്ദന് പ്രായമായി എന്ന് പറഞ്ഞ് സീറ്റ് കൊടുക്കാത്ത മഹാന്മാരാണ്. അവസാനം നാട്ടുകാരാണ് സീറ്റ് കൊടുപ്പിച്ചത്. VSൻ്റെ ഒരു ഫ്ലക്സ് വെച്ചതിന് വിഗ്രഹാരാധന ഞങ്ങൾ അംഗീകരിക്കില്ല, വ്യക്തി ആരാധന ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് VSൻ്റെ ഫ്ലക്സ് കേരളത്തിൽ അവിടെ വെച്ചിരുന്ന ഫ്ലക്സുകൾ എടുത്ത് മാറ്റിച്ചവരാണ്. ഇപ്പോൾ കേരളത്തിൽ എവിടെ പോയാലും ആരുടെ മോന്തയായിരിക്കണേ. ഇതൊക്കെ കാലം കാത്തുവെച്ചതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വേദനയുണ്ട്. ഈ മന്ത്രിസഭ LDFൻ്റെ മന്ത്രിസഭ വീണുപോയതിൽ നാണം കെട്ട് വീണുപോയതിൽ എനിക്ക് വേദനയുണ്ട്. വല്ലതും 10, 60, 65 സീറ്റൊക്കെ വാങ്ങിയിരുന്നില്ല അന്തസ്സുണ്ടായിരുന്നു. എന്തായാലും അടുത്ത 5 വർഷക്കാലം പാർട്ടിയെ തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പോകാൻ വേറൊരു പാർട്ടി ഇല്ലാത്തതുകൊണ്ട് ദിനേശ് പോകാത്തതാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്നെ ആ വെള്ളായണി ജംഗ്ഷനിലെ പാർട്ടി ബ്രാഞ്ചിലുള്ള ഒരു സഖാവ് പോലും വിളിച്ചിട്ട് ദിനേശ സഖാവേ നിങ്ങളുടെ 3 വോട്ടുണ്ട് വന്ന് ചെയ്യില്ലേ എന്ന് എന്നോട് ഒരാൾ പോലും ചോദിച്ചില്ല. പക്ഷേ ഞാൻ പോയി, ഞങ്ങൾ 3 പേര്, ഞാനും ഭാര്യയും മോനും പോയി ശിവൻകുട്ടി സഖാവിന് വോട്ട് ചെയ്തു. അപ്പോൾ പാർട്ടിയെ ഇപ്പോൾ വിറ്റ് തിന്നലല്ലാതെ പാർട്ടി വളർത്തണമെന്ന് ഒരുത്തനും ബോധമില്ല. അത് ഈ 10 വർഷം ഭരിച്ചതിൻ്റെ ആലസ്യത്തിൽ നിന്ന് കിട്ടിയതാണ്. എങ്ങനെ കാശുണ്ടാക്കാമെന്നുള്ള ചിന്തയായിപ്പോയി. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഒരു വോട്ട് 3 വോട്ടിനൊക്കെ എന്ത് വിലയുണ്ടെന്ന് ആലോചിച്ചു. എന്നെ വിളിച്ചില്ല ഒരുത്തൻ, ഞാൻ അങ്ങോട്ട് വിളിച്ച് സ്ലിപ്പ് വാങ്ങിച്ച് പോയി വോട്ട് ചെയ്തു. കൂടുതൽ പറയുന്നില്ല. പുതുതായി വരുന്ന മന്ത്രിസഭയിൽ സിനിമയ്ക്ക് അർഹമായ പ്രാധാന്യം കിട്ടുന്ന ഒരു നല്ല മന്ത്രി ഉണ്ടാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.